അല്ല ഞാൻ പറഞ്ഞോളൂ എന്റെ പ്രശ്നം. ഞാനല്ലേ പറയേണ്ടിയവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ, നിങ്ങളോടൊന്നും പറഞ്ഞു. ചില സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നോട് പറയുന്നത് എനിക്ക് ഷുഗർ ഉണ്ട്, ഞാൻ എന്നിട്ടാണ് മധുരം കഴിക്കാത്തതെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം സ്നിക്കേഴ്സ് കഴിക്കുക. അവർക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഓന് വേണ്ടിയിട്ട് നല്ലത്. ഇന്നലെ ആരോ തിന്നുന്ന കണ്ടിട്ട് പൂതിയായിട്ട് എടുത്തു കൊണ്ടുപോന്ന് ആയുഷുവിനെ ഒളിപ്പിച്ച് തിന്ന. ആയുഷും വേണ്ടി കാര്യങ്ങൾ കാണോൾ ഒളിപ്പിച്ചു വന്നിരുന്ന, വേറെ ഒളിപ്പിച്ചു ഓള് തിന്ന, വില രണ്ടാളെ ഒളിപ്പിച്ചു ഞാൻ തിന്ന. എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നലേക്ക് ഒരു മൂടുമില്ല. എന്താ ഞാൻ പറഞ്ഞിട്ട് മൈലാഞ്ചി വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഷെഫിനോട് പറഞ്ഞത് മോഡലില്ല, പഴയ മോഡലാണ്. മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ. പെരുന്നാളായ മൈലാഞ്ചി ഇടല് സുന്നത്താ, അതറിയോ? ഇവിടെ പറഞ്ഞ തന്നെ എടുക്കുന്ന നഗത്തില് മൈലാഞ്ചിട്ട രസ, അല്ലാണ്ട് അമ്മായിമാരെ വട്ടത്തിൽ ഇങ്ങനെ ഫ്ലവറും അല്ലെ പുതിയ മറ്റേ ബ്രൈഡൽ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. അമ്മ നല്ല രസമുണ്ട് കാണാൻ തിന്നുമ്പോ. ആയിക്കോട്ടെ, നിങ്ങൾ കമന്റ് ചെയ്യട്ടോ, മൈലാഞ്ചി പഴയ മോഡലാണോ അമ്മായി മോഡലാണോ എന്നൊക്കെ. ഞാൻ ദേഷ്യം പിടിക്കുക. നമ്മൾ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറെ ഡ്രസ്സ് ഒരു വട്ടിട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ കുറെ ഉണ്ടായിരുന്നു കൊണ്ട് അതെനിക്ക് വലിയ വിഷമമില്ല. മൈലാഞ്ചി വാങ്ങി തരായിട്ട് പിന്നെ ഇപ്പൊ എന്തേക്കാ എനിക്ക് എത്രയോ ഡ്രസ് ഉണ്ട്. ഫുള്ള് പറയാൻ ഞാൻ പറഞ്ഞേ, എനിക്ക് പറയണെങ്കിൽ വേറെ ഒറ്റക്ക് പോയി കുത്തിയെത്രയോ ഡ്രസ്സ് ക്ഷമിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനിയും ഡ്രസ്സ് വാങ്ങാൻ അറിയുന്നത് ശരിയായിട്ടില്ല. ശരി, ഡ്രസ്സിനെ ഞാൻ പറഞ്ഞെങ്കിൽ വാങ്ങി കൊടുക്കാൻ അല്ലാണ്ട് ഉണ്ടായിട്ട് പിന്നെ എല്ലാത്ത ആൾക്കാർ ഇത്ര ആളുകൾ അറിയോ? കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞേ. കുഴപ്പമില്ലാന്നല്ല, ആ കുഴപ്പം കൂടി എന്താ എനിക്ക് പറഞ്ഞേക്കണേ. എത്ര ഉണ്ട് പിന്നെ ഇടാത്തത്. അപ്പൊ ഇനി വാങ്ങി കൊടുക്കണം. അത് എന്താ ഞാൻ ചെയ്യാം? നമ്മക്ക് എന്തെങ്കിലും വാങ്ങാനോ എടോ പോകാനോ ഒക്കെ ഉണ്ടാവുമ്പോ ബില്ലിൽ ഒരു 5 പൈസ ഉണ്ടാവില്ല. ഇത് എഴുന്ന പറയാൻ കിട്ടണേ. ഞാനൊരു 1000 ചോദിച്ചാ പറയും എന്റെ ഒട്ടാകെ 1000 ഇടോ. ആ 3000 ഞാൻ ചോദിച്ചില്ലെങ്കിലും പറയും എന്റെ ഒട്ടാകെ 3000 ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 3000 ചോദിക്കേണ്ടി വെച്ചാൽ 6000 ചോദിക്കാം. അപ്പൊ അതിന്റെ പകുതി അതിലുണ്ടാവും. 6000 ചോദിച്ചാൽ ബക്കടി ഇട്ടാതെ നിങ്ങൾ ചിലപ്പോ കിട്ടിക്കൂടെ? എന്താ സാധനം അറിയാതെ അങ്ങനെ കാണിച്ചു തരാം ഞാൻ. ഈ കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്നുണ്ടെങ്കിൽ ഷെമി വീഡിയോ ഇട്ട സമയത്ത് എന്താണ് വല്ലാതെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് കുറേയധികം പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ഷെമി ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത്. ഇതേ കണക്ക് മൈലാഞ്ചി വാങ്ങിച്ച് തന്നില്ല, ഡ്രസ്സ് വാങ്ങിച്ച് തന്നില്ല. അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവർ ആ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേരുണ്ടെങ്കിൽ ഈ ഒരു ഷെഫിക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് ഷെമിക്ക് നീ ഒന്നും വാങ്ങിച്ചു കൊടുക്കാത്ത അതായതാന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആ ഒരു കമൻറ്റ് ബോക്സിൽ വീഡിയോയുടെ താഴെ വന്ന് നെഗറ്റീവായിട്ട് മൊത്തം ഷെഫിക്കെതിരെയായിരുന്നു സംസാരിക്കുന്നത്. അത് കുറേയധികം പേര് അത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം, ഇവർ വീഡിയോ ഇടുന്ന അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത്, ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേന് നിങ്ങളിത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഓരോരുത്തരെ വഴക്ക് പറയാനും അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവർക്കത് എൻഗേജ്മെൻറ്റ് കൂടും, വ്യൂസ് കൂടും. അത് അവർ നോർമലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അവർ എല്ലാ വീട്ടിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ കമൻറ്റ് ബോക്സിൽ ചെന്ന് ഭയങ്കരമായിട്ട് ഷെഫിക്കെതിരെയൊക്കെ നെഗറ്റീവ് പറയുക, ഷെമിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നീ നോക്കുന്നില്ല അങ്ങനെ അതൊക്കെ. അതുപോലെ തന്നെ കുറേയധികം രീതിയിൽ 2 പേർക്കെതിരെയും സംസാരിക്കും. ഇപ്പം ഇതെല്ലാം അവർക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അവർക്ക് റീച്ചിന് വേണ്ടിയാണ്. ഇതിനെന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞത്. വെറുതെ നിങ്ങളിത് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കാതെ അതിൻ്റെ പാട്ടിന് വിട്ടിട്ട് നിങ്ങളുടെ കാര്യം നോക്കല്ല, നെഗറ്റീവ് പറയുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക.